മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 19 വാക്യം. ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതാണ് വചനഭാഗം എന്ന് പറയുന്നത്. വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ വിശന്ന ഈശോ ഇലങ്ങളാൽ തളിർത്ത ഒരു അത്തിവൃക്ഷത്തിന്റെ പക്കലേക്ക് വരികയാണ്. അതിൽ ഇലകളല്ലാതെ ഫലമൊന്നും കണ്ടില്ല. ഉടനെ ഈശോ ആ അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്. ഇനി ഒരിക്കലും ആരും നിന്നിൽ നിന്ന് ഫലങ്ങൾ ആസ്വദിക്കാതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ഫലം പ്രതീക്ഷിച്ചു വരുന്നുണ്ടല്ലേ. തളിർത്ത അത്തിവൃക്ഷത്തിൽ ഉറപ്പായിട്ടും ഫലങ്ങൾ ഉണ്ടാവണം. ഇത് കണ്ടുകൊണ്ടാണ് ഈശോ ആ അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നാല് പുറമേ തടുത്തു നിൽക്കുമെങ്കിലും ഫലങ്ങള് പുറപ്പെടുവിക്കാത്ത അത്തിവൃക്ഷത്തെയാണ് ഈശോ ശപിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നല്ല ക്രൈസ്തവരാ, വിശ്വാസ ജീവിതം നയിക്കുന്നവരാ. പക്ഷേ ഈശോ എന്റെ പക്കൽ വന്ന് ഫലം അന്വേഷിക്കുമ്പോൾ പലപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഹൃദയം നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. ബാഹ്യമായ രീതിയിൽ മാത്രം ക്രൈസ്തവനായിട്ട് ജീവിക്കുന്ന വ്യക്തികളാ. ഉള്ളിൽ ഇഷ്ടംപോലെ തിന്മകളാ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം പോലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ലഭിക്കാതെ പോവുക. ഈശോ പലപ്പോഴും നമ്മുടെ പക്കലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഫലം അന്വേഷിച്ചാ വരുന്നത്. നിനക്ക് വേണ്ടതൊക്കെ നിന്റെ ദൈവം തരുന്നുണ്ടല്ലേ. ക്രൈസ്തവനായിട്ട് വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് വേണ്ടത് നിന്റെ ദൈവം തന്നിട്ടും നീ ഫലം പുറപ്പെടുവിക്കാതെ വരുമ്പോൾ നിന്റെ ദൈവത്തിന്റെ ശാപം നീ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. നിന്റെ ജീവിതം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മില് നല്ല ഫലമുണ്ടോ? ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈശോ എന്റെ പക്കൽ വന്നാൽ എനിക്ക് എന്താണ് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാനായിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടോ? എൻ്റെ ജീവിതം ഈശോയുടെ മുൻപില് സന്തോഷത്തോടുകൂടി കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികള് ഈശോയുടെ മുൻപില് എനിക്ക് വെച്ച് കാണിക്കാൻ പറ്റുമോ? മനസ്സ് നൈർമല്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ഈ ലോക സുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ നല്ല ഫലം എനിക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒന്നോർക്കുക, ദൈവത്തിന്റെ ശാപം എൻ്റെ ജീവിതത്തില് ഞാൻ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും വിശ്വസ്തയോടുകൂടി ജീവിക്കാം. ദൈവം എന്നിൽ നിന്ന് ഫലങ്ങള് ആഗ്രഹിച്ചുകൊണ്ട് വരുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിച്ച് നല്ല ക്രൈസ്തവനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.